Hi friends, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഏത്തപ്പഴം കൊണ്ട് അതായത് നേന്ത്രപ്പഴം കൊണ്ട് ഒരു ഹെൽത്തി ഈവനിങ് സ്നാക്ക് തയ്യാറാക്കാം. അതായത് നമ്മുടെ വൈകുന്നേരത്തെ പലഹാരം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഹെൽത്തി റെസിപ്പി ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഹെൽത്ത് കോൺഷ്യസ് ആണെങ്കിൽ കുക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ കീപ് വാച്ചിങ്. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. ഞാനിവിടെ ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഇതിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ എടുത്താലും മതി. നെയ്യ് നന്നായിട്ട് ഇപ്പോൾ ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് കപ്പലണ്ടിയാണ്. ഞാനിവിടെ 1/4 കപ്പ് കപ്പലണ്ടി ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഞാൻ തോടോട് കൂടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് തോടുള്ളതോ ഇല്ലാത്തതോ എടുക്കാം, റോസ്റ്റ് ചെയ്തതോ ചെയ്യാത്തതോ എടുക്കാം. പിന്നെ ഉപ്പില്ലാത്തത് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ നമ്മുടെ കപ്പലണ്ടി ഒന്ന് റോസ്റ്റ് ആയിട്ട് ഒരു ബ്രൗൺ കളർ വരുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ ഏത്തപ്പഴം നേന്ത്രപ്പഴം ആഡ് ചെയ്യാം. ഞാൻ 2 ഏത്തപ്പഴം നല്ല പഴുത്ത ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. നല്ല പഴുത്തതാണ് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ന്യൂട്രീഷൻ, ഡയറ്റ്, ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ ഇഷ്ടമാണെങ്കിൽ ഹോൾസം ടോക്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇൻഫോ കാർഡിലും കൊടുക്കാം. ഒരു 1-2 മിനിറ്റ് നമ്മളിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ ചെയ്താൽ മതി. ഇപ്പോൾ നമ്മുടെ പഴത്തിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലൂടെ തേങ്ങ ചിരകിയതാണ് ആഡ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ 1/2 കപ്പ് തേങ്ങ ചിരകിയത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോകുന്ന ശർക്കരയാണ്. 1/4 കപ്പ് ശർക്കര ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് ശർക്കരയൊക്കെ ഉരുകി നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സായി വരണം. നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യുന്ന തേങ്ങയുടെയോ അല്ലെങ്കിൽ ശർക്കരയുടെ അളവ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇത് അത്യാവശ്യം നല്ല മധുരം തരുന്നുണ്ട് ഇത്രയും ശർക്കര ആഡ് ചെയ്യുമ്പോൾ. ഇനി ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി ഏലക്ക പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഒരു ഫ്ലേവറിന്. അല്ലെങ്കിൽ 3-4 ഏലക്ക ചതച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഒന്നും കൂടി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിതിൽ ആഡ് ചെയ്യാൻ പോകുന്ന ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് അവലാണ്. 1/2 കപ്പ് മട്ട അവൽ ആഡ് ചെയ്യുക. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ആ നെയ്യിലും ശർക്കരയിലും നമ്മൾ അവലൊന്ന് കുതിർന്ന് വരണം. എന്നാലും കുറച്ച് ക്രിസ്പി ആയിരിക്കും. അപ്പോൾ ഒന്നും കൂടെ ഒരു ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഏത്തപ്പഴം കൊണ്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇത്ര ഈസിയാണ്, വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം. നിങ്ങളിപ്പോൾ ഇതിൽ ആഡ് ചെയ്യുന്ന ശർക്കരയുടെ അല്ലെങ്കിൽ ഏലക്കയുടെ ഒക്കെ ക്വാണ്ടിറ്റി നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചേഞ്ച് ചെയ്യാവുന്നതാണ്. മധുരം ഇതിപ്പോൾ അത്യാവശ്യം നല്ല മധുരം വരും. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇത്രയും മധുരം മതി. അല്ല നമുക്ക് അല്ലാണ്ട് കഴിക്കാനാണെങ്കിൽ ഇതിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കാം. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. നിങ്ങൾക്കിപ്പോൾ വെയിറ്റ് ലോസിനൊക്കെ ശ്രമിക്കുന്നവർക്കാണെങ്കിൽ ഇതിപ്പോൾ ഒരു 3 പേർക്ക് വൈകിട്ട് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി വരും. അല്ല ഇപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ വണ്ണം വയ്ക്കാനൊക്കെ ആണെങ്കിൽ ഇത് ഒരാൾക്ക് തന്നെ വൈകിട്ടത്തെ ഭക്ഷണമായിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് വെയിറ്റ് ലോസ് ഓർ വെയിറ്റ് ഗെയിൻ ആയാലും നമ്മൾ കഴിക്കുന്ന ഫുഡും അതിൻ്റെ പോർഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ വർക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അതിനുശേഷം ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സിനെ കമൻസിലൂടെ മെയിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതുപോലത്തെ ഹെൽത്തി റെസിപ്പീസ് കാണാനായി കുക്ക് ഹോൾസം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും മറ്റൊരു ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയായി കാണാം. ടേക്ക് കെയർ. ബൈ.